നമസ്കാരം, പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. KSEBയുടെ മറ്റൊരു സേവനം ഏഴല്ലൂരിൽ തൊടുപുഴ KSEB സെക്ഷൻ 2-ൽപ്പെട്ട പരിധിയാണ്. ഏഴല്ലൂര് മാളികപ്പീട പത്താഴപ്പാറ റോഡ് കാണുന്ന പോസ്റ്റാണ് ഈ കാണുന്നത്. ഇലക്ട്രിസിറ്റി ഇത് ഈ പരിസര പ്രദേശത്തെല്ലാം ടച്ച് വെട്ടിയിട്ട് പോയതാണ്. പക്ഷേ അതുകൊണ്ട് കേബിളിൻ്റെ വയറ് വരെ അവർ വലിച്ചു കളഞ്ഞ് ഇട്ടിട്ട് പോയി. പക്ഷേ ഈ ടച്ച് ഇത് വെട്ടിയിട്ടില്ല. ഈ പോസ്റ്റ് കിടക്കണുണ്ടോ? പോസ്റ്റ് മൊത്തം മുള്ളു കയറി ലൈൻ കമ്പി തന്നെ കാണത്തില്ല. അതേ രീതിയിൽ ഇത് കറണ്ട് അടിക്കില്ല. ഇത് മൊത്തം നിലത്തോട്ട് അർത്ഥാകുന്നു. ഇതിവിടെ ലൈനുമായിട്ട് ഇത്രയും വ്യത്യാസമുണ്ട്. അടുത്ത് നിൽക്കുന്ന മരത്തിൽ നിൽക്കുന്ന തേക്ക് ലൈനുമായിട്ട് ദൂരെ നിൽക്കുന്ന തേക്ക് വെട്ടിക്കളഞ്ഞു, റംബൂട്ടാൻ നിന്നതിൻ്റെ വെട്ടിക്കളഞ്ഞു. പക്ഷേ ഈ പോസ്റ്റ് രീതിയിൽ കിടന്നിട്ട് ആരും ഒരു ഇതും ചെയ്യുന്നില്ല. അതിനത് ഇവിടെ എല്ലാം ടച്ച് വെട്ടി ക്ലിയർ ചെയ്ത് പോയതാണ്. അത് ആ പോസ്റ്റിൻ്റെ നമ്പറൊക്കെ ഉണ്ട്, അതിന് ചോട്ടിലുണ്ട്. അതിൻ്റെ ചോട്ടിലോട്ട് നിൽക്കുക, പോസ്റ്റിൻ്റെ നമ്പറുണ്ട്. ഫീസ് ഇതെങ്ങനെയന്മാർ ഫീസ് കുത്തണം? MPK MPP 12 അതിലേക്കും തുടത്തില്ല. ചിലപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ അടി കിട്ടും, നല്ല അടി കിട്ടും. ഏഴല്ലൂർ മാളികപ്പീടിക പത്താഴപ്പാറ റോഡാണിത്. ടച്ച് വെട്ടിന്റെ പേരിൽ ജനദ്രോഹ നടപടികൾക്കും കുറവില്ല. ഇവിടെ നിന്ന് ഇപ്പം KSEBക്കാരുടെ അവിടെ ടച്ച് വെട്ടുകാർ വന്ന് ഇവിടുത്തെ മൊത്തം ടച്ച് വെട്ടി ക്ലിയർ ചെയ്തിട്ട് പോയിട്ടുള്ളതാണ്. ഇപ്പം ഈ കാണുന്ന ഇത് MPP MPK 12 നമ്പർ പോസ്റ്റിലാണ്. മൊത്തം ഈ ഇഞ്ചമുള്ളു കയറി മൂടി കിടക്കുക. അവർ ടച്ച് വെട്ടുകാർ വന്ന് ഇതെല്ലാം വലിച്ച് കേബിളും ഇതെല്ലാം ഇന്റർനെറ്റിന്റെ TVയിലെല്ലാം കേബിൾ പോയിട്ടുണ്ട്. ആ കേബിളും വലിച്ചു പൊട്ടി കൂടി വഴി കിടപ്പുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അത് വലിച്ചപ്പോഴും ഒരു സൈഡിൽ കിടന്നെടുത്ത് റബ്ബറെ കെട്ടി വെച്ചു. ഇപ്പൊ ഈ പോസ്റ്റ് മുഴുവൻ ഇഞ്ചമുള്ളു കയറി ഇങ്ങനെ മൂടി കെട്ടി കിടക്കുക. മഴകാലം പെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എലുമ്പത്തിന് മൂടിച്ച പോലെ വരുന്നത്, അതായത് അന്നേരം അർത്ഥടിക്കും. ഇപ്പൊ അത് ആരും വെട്ടുന്നില്ലൊന്നുമില്ല. ആ പോസ്റ്റ് ബാക്കി എല്ലായിടത്തും ടച്ച് വെട്ടി ക്ലിയർ ചെയ്ത് പോയി. ഈ ഒരു പോസ്റ്റ് ഇങ്ങനെ കിടപ്പുണ്ട്. അത് എന്താണെന്നുള്ളതൊന്നുമല്ല. ഞങ്ങൾ പലരോടും പറഞ്ഞു നോക്കി, ആരും ഒന്നും ചെയ്യുന്നില്ല. ടച്ച് വെട്ടുകാർ വന്നിട്ട് ആ ഒരെണ്ണം മാത്രം ഇട്ടിട്ടുണ്ട്. അടുത്ത പറമ്പിൽ നിന്ന് റംബൂട്ടാനും തേക്കും വെട്ടിക്കളഞ്ഞു. പക്ഷേ ഈ ഇഞ്ചമുള്ളു വെട്ടാൻ ആരുമില്ല. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ്. ഏഴല്ലൂരിൽ നിന്നും KK വിജയൻ.